നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. നമുക്ക് വിശദമായി വാർത്തകളിലേക്ക് കിടക്കാം. ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്താ ദിനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം അതിവേഗത്തിൽ വാർത്തകൾ നോക്കി തുടങ്ങാം. ജമ്മു കശ്മീർ അതിർത്തിയിൽ 2 ഭീകരരെ സൈന്യം വധിച്ചത് കുപ്വാര മേഖലയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ പ്രദേശത്ത് തെരച്ചിൽ തുടർന്ന സൈന്യം. നെന്മാറയിലെ സജിത കൊലപാതക കേസിൽ വിധിയെന്ന് പ്രതി നെന്മാറയിൽ ഇരട്ടക്കൊല നടത്തിയ ചെന്താമര. സജിതയെ കൊലപ്പെടുത്തിയത് 2019 ഓഗസ്റ്റ് 31-ന്. വിസ്തരിച്ചത് ചെന്താമരയുടെ ഭാര്യയും മക്കളും ഉൾപ്പെടെ 44 സാക്ഷികളെ. കൊച്ചി കുണ്ടന്നൂരിലെ തോക്കു ചൂണ്ടിയുള്ള കവർച്ചയിൽ 11 പേർ പിടിയിൽ. കവർച്ചാ പണത്തിൽ 14 ലക്ഷം രൂപയ്ക്ക് ഏലക്ക വാങ്ങിയെന്ന് കണ്ടെത്തൽ. സൂത്രധാരൻ ആലങ്ങാട് സ്വദേശി ജോജി. മൂന്നാറിൽ ജാർഖണ്ഡ് സ്വദേശിയായ മാവോയിസ്റ്റ് അറസ്റ്റിൽ. NIA സംഘം പിടികൂടിയത് സഹൻ ടുട്ടി ദിനബു എന്നയാളെ. ഇയാൾ 3 പോലീസ് ഉദ്യോഗസ്ഥർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കേസിലെ പ്രതി. പിടിയിലാവുന്നത് ഗൂഡാർവിളയിലെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നതിനിടെ. കണ്ണൂർ പെരളശ്ശേരിയിൽ BJP ഓഫീസിനായി കെട്ടിടം നൽകിയ ആളുടെ വീടിന് നേരെ ബോംബേറ്. പെരളശ്ശേരിയിലെ ശ്യാമള എന്നയാളുടെ വീടിന് നേരെ ആക്രമണം. ഓഫീസിന്റെ ഉദ്ഘാടനം നാളെ നടക്കാനിരിക്കെ. മുഖ്യമന്ത്രിയുടെ മകന് ED അയച്ച സമൻസിന് എന്തു പറ്റിയെന്ന് കെ മുരളീധരൻ. പ്രതിപക്ഷ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന കേന്ദ്ര സർക്കാർ പിണറായി വിജയനോട് മറ്റൊരു സമീപനം കൈക്കൊള്ളുന്നുവെന്നും കെ മുരളീധരൻ. ശബരിമലയിൽ UDF കാലത്തെ ഇടപാടുകളും അന്വേഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇവരെല്ലാം ദിവ്യന്മാരും ഇപ്പോഴുള്ളവർ കള്ളന്മാരും എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുവെന്നും PS പ്രശാന്ത്. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രകൾ ഇന്നു മുതൽ. കാസർഗോഡ്, പാലക്കാട്, മൂവാറ്റുപുഴ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് തുടക്കം. മേഖലാ ജാഥകൾ 18-ന് പന്തളത്ത് സമ്മേളിക്കും. സ്വർണ്ണ കവർച്ചാ കേസിൽ FIR സമർപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘം. അബിൻ വർക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാത്തതിൽ I ഗ്രൂപ്പിന് അതൃപ്തി. മെറിറ്റ് അട്ടിമറിച്ചുവെന്ന് വിമർശനം. ദേശീയ സെക്രട്ടറി സ്ഥാനം അബിൻ ഏറ്റെടുത്തേക്കില്ല. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കൊല്ലം കടക്കൽ സ്വദേശിനിയും തൊഴിലുറപ്പ് തൊഴിലാളിയുമായ സ്ത്രീക്ക് രോഗം സ്ഥിരീകരിച്ചു. 62-കാരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. ഈ മാസം മാത്രം രോഗം സ്ഥിരീകരിച്ചത് 21 പേർക്ക്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാകാതെ ഇന്ത്യ സഖ്യം. വിഭജനം ഇന്നോ നാളെയോ പൂർത്തിയാക്കാൻ ശ്രമം. സീറ്റുകളുടെ എണ്ണത്തിൽ ധാരണയിലെത്താതെ RJDയും കോൺഗ്രസും. NDAയുടെ പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ ബീഹാറിലേക്ക്. വിജയ് ഈ മാസം 17-ന് കരൂർ സന്ദർശിക്കും. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ TVK ദത്തെടുക്കും. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്ന് CBI ഏറ്റുവാങ്ങും. 2 വർഷം നീണ്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അവസാനം. സമാധാന കരാറിൽ ഒപ്പുവെച്ച് ലോക നേതാക്കൾ. ഉച്ചകോടിയിൽ പങ്കെടുക്കാതെ ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ത്യ അടുത്ത സുഹൃത്തെന്ന ഉച്ചകോടിയിൽ ട്രംപ്. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപ് എന്ന് ആവർത്തിച്ച് പാക് പ്രധാനമന്ത്രി.